പന്തിൽ പാതിര സ്വപ്നം. അർജന്റീനക്ക് 3-ാം ലോകകപ്പ്. സ്പെയിൻ 2010 ജേതാക്കൾ. അല്ലപ്പാ, നിങ്ങൾ പുറത്തേക്ക് എങ്ങോട്ടെങ്കിലും പോകാൻ നിൽക്കുക? നിങ്ങളോട് കാക്ക അല്ലെങ്കിൽ തന്നെ പറഞ്ഞോക്കണം ഒറ്റക്ക് പോകരുതേന്ന്. നിങ്ങൾക്ക് ഒറ്റക്ക് നടന്നു പോയിട്ട് ശ്വാസം മുട്ടുണ്ടായിട്ട് ഇനി ആവി പിടിക്കേണ്ടി വരും. ഞാൻ നടന്നൊന്നും പോണില്ല. ആ പൊട്ടിപ്പം മില്ലിക്ക് പോയില്ലേ, അപ്പം ഞാൻ ഓനപ്പം പോകാൻ നിൽക്കുകയാണ്. കുട്ടികൾ സ്കൂളിൽ പോയിക്കണ? ആപ്പാ, ഈ മറുവൊക്കെ സ്കൂളിൽ പോയിക്കണോ? മോനൂസ് അതാ കാക്കാൻ്റെ അടുത്ത് കിടക്കണു. ഓനപ്പം എന്നിട്ട് കാക്കാക്കാണെങ്കിൽ പോവാനും നേരം വൈകിക്കണു. അതെ, ഓനക്ക് കുട്ടിക്ക് പനിച്ചിനായിട്ടുണ്ടാ? പാപ്പൊട്ടിനെ വന്നിട്ട് വിളിച്ചാ? ഓന് പനിക്കണമൊന്നുമില്ലപ്പാ. ഓനിപ്പോ എന്താന്നറിയോ, ടീച്ചറെ കാണാത്തതിലുള്ള കുറുമ്പാണ് ഇപ്പൊ. ഓനക്കിപ്പോ ചേലായില്ലേ, ഞാനിങ്ങനെ വാശി പിടിച്ച് കൊണ്ടിരിക്കും. അതിപ്പോ മോനൂസിനെ മുറിയായ വേദനയും കാര്യങ്ങളൊന്നും അല്ല. ഓനിപ്പോ ടീച്ചറെ അടുത്തേക്ക് പോകണം. ടീച്ചർ വന്നിട്ട് 2 ദിവസം ആയിക്കണു അല്ലേ? വരലൂല്ലേ? ടീച്ചർ ഇപ്പൊ അന്ന് മോനൂന് വണ്ടി തട്ടിയെന്ന് വന്നതല്ലേ, പിന്നെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടുമില്ല. ഇനിയിപ്പൊ കാക്ക അന്ന് പറഞ്ഞതിന്റെ എന്തേലും ആണോന്ന് അറിയില്ല. എനിക്കാണെങ്കി ഇപ്പൊ അങ്ങോട്ട് പോയി നോക്കാനും പറ്റിയിട്ടില്ല. അതുകൊണ്ടൊന്നും ആവില്ല. അതിമാത്രം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് മോനൂന് അന്ന് കൊടുന്നപ്പോളേ അത് കണ്ടപ്പോ ഞാനൊന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞു ചെയ്തുപ്പാ. ഒരു കാര്യം ചെയ്താണ്ടേ, ഈ ടീച്ചറെ പേരിലൊന്ന് പോയി നോക്കാണ്ടേ, അപ്പൊ അറിയാലോ. അതാ പൊട്ടിയെ, നമ്മളെ മോനോന്റെ വികൃതി ഞമ്മക്ക് എല്ലാവർക്കും അറിയില്ലേ. അതിപ്പോ ടീച്ചറെ പറഞ്ഞിട്ട് കാര്യമില്ല. അതന്നെ ഇപ്പൊ ഞാനും പറയണത്. ഞമ്മളെ മോന് ടീച്ചറെ കൈ വിട്ട് ഓടിയോണ്ടല്ലേ ഓനത് പറ്റിയത്. അതിനിപ്പോ ടീച്ചർ എന്ത് കാട്ടാനാണ്? ഓന്റെ ഇപ്പത്തെ വാശി എന്താന്ന് വെച്ചാല്, ഒന്നെങ്കിൽ ടീച്ചറെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണം, അല്ലെങ്കിൽ ഓനെ ടീച്ചറെ വീട്ടിൽ കൊണ്ടുപോകണം. അതന്നെ ഇപ്പൊ അവന്റെ വാശി. നിങ്ങൾക്ക് അറിയാലോ, പോകാനാണ് വാശി പിടിച്ചാൽ അവൻ അത് നടക്കണം എങ്ങനെയെങ്കിലും. ഒരു കാര്യം ചെയ്യാം, വൈകുന്നേരേ ഞാൻ മില്ലിൽ പോയി എന്നിട്ടേ മോനസും കൊണ്ട് ഞാൻ തന്നെ ടീച്ചറെ അടുത്തുനിന്ന് പോയോ. നിങ്ങൾ പുറത്തിറങ്ങാൻ നിൽക്കല്ലേ, ഞാൻ മാറ്റിക്കാട്ടെ കേട്ടോ. അതിൻ്റെ ഒപ്പം പോന്നാൽ മതി, നടന്നു പോകണ്ട. ടീച്ചറെ, നമുക്ക് ഫുഡ് കഴിക്കല്ലേ? എനിക്കിപ്പോ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു. ടീച്ചർ എന്താ ഇങ്ങനെ? പഴയതുപോലെ ഭക്ഷണം കഴിക്കണില്ല, പഴയതുപോലെ ചിരിയും കളിയില്ല. മോനൂസിന് ആക്സിഡന്റ് പറ്റിയത് അബുക്ക പറഞ്ഞത് വിഷമമായോ ടീച്ചർക്ക്? അതൊന്നുമല്ല ടീച്ചറെ, ഞാൻ പിന്നെ കഴിച്ചോളാം. പിന്നെ എനിക്ക് മോനൂസിന് ആ ആക്സിഡന്റ് ആയത് എനിക്ക് വലിയ സങ്കടമായി. അബുക്ക വഴക്ക് പറഞ്ഞാലൊന്നുമല്ല, മോനൂസിന് അത് പറ്റിയതില്ലേ. ആ നേരത്തെ എനിക്ക് അപ്പോൾ ഒരു ഫോൺ വരലും ഉമ്മച്ചി ആ നേരത്തോണ്ട് വിളിച്ചു. മോനൂസാണ് എൻ്റെ കൈ വിട്ടങ്ങോട്ട് ഓടും ചെയ്തു. നമ്മളത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അറിയാതെ അങ്ങോട്ട് പറ്റിപ്പോയതാ. അത് സാരില്ല ടീച്ചറെ, അബുക്ക അപ്പത്തെ ഒരു വിഷമത്തിൽ എന്തെങ്കിലും പറഞ്ഞതായിരിക്കും. അവരങ്ങനെ പറയുന്ന ഒരാളല്ലേ. പിന്നെ ടീച്ചർ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല അല്ലേ? അബുക്ക അങ്ങനെ പറഞ്ഞതിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല. എന്നാലും മോനൂന് എൻ്റെ അടുത്ത് അങ്ങനെ സംഭവിച്ചതിൽ എനിക്ക് വലിയ വിഷമമായി പോയി. അവരാരും പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല, നമ്മൾ കണ്ടിട്ടുമില്ല. അവരാരും ആരും ബെല്ലടിക്കണ്ടല്ലോ ടീച്ചറെ. ആ അബുക്കേ, ഇരിക്കേ. ആ ടീച്ചറെ, അബുക്കും മോനും വന്നിട്ടുണ്ട്. ആ മോനൂസേ, എൻ്റെ ടീച്ചറോട് എന്തൊന്നും മിണ്ടാത്ത? ടീച്ചർ അന്ന് പോകുന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്കൊന്നും വന്നിട്ടില്ലല്ലോ. പിന്നെ ഞാൻ ടീച്ചറൊന്നും കരുതരുത്, അന്നത്തെ ഒരു പ്രയാസത്തിലേ പെട്ടെന്നുണ്ടായൊരു ഇതിൽ പറഞ്ഞു പോയതാണ്. ടീച്ചറൊന്നും കാര്യമായിട്ട് എടുക്കണ്ട. അല്ലട ചങ്ങായിമാരെ, നിങ്ങൾ ആരെ സുൽഫീഖറിന്റെ നാട്ടിൽ പോയി? അത് പറഞ്ഞാൽ ആര് പോയി? ഞാൻ പോയിട്ടില്ല, ഞാൻ അപ്പൊ തന്നെ ഇവരോട് പോണ്ടെന്ന് പറഞ്ഞാണ്. എടാ ചങ്ങായിമാരെ, ഈ പ്രശ്നം കാക്കി മുജിബാക്കും കൂടി ഒത്തുതീർപ്പാക്കിക്കോളാന്ന് പറഞ്ഞ പ്രശ്നമല്ലേ. പിന്നെ നിങ്ങൾ ഇന്നെ അറിയിക്കാതെ എന്തിനാ അവിടെ പോയി? അവിടുന്ന് ആരൊക്കെ വിളിച്ചുകൊണ്ട് കാക്ക അറിഞ്ഞിക്കണേ. എന്നിട്ട് ആകെ പ്രശ്നമായിക്കണ പരിയില് എനിക്ക് പള്ള നിറച്ച് കേട്ടുകാണ്ട് വരികയാണ്. മാണ്ടാത്ത പണിക്ക് നിൽക്കണ. ഇനിയിപ്പോ കാക്കയിൽ ഇടപെടുന്ന എനിക്ക് തോന്നുന്നില്ല ചേട്ടാ. എടാ അസ്ലാമേ, ഞങ്ങളതിനോട് അങ്ങാടി പോയി തിരിച്ചു വന്നിട്ടുള്ളൂ, ഞങ്ങൾ പ്രശ്നത്തിനൊന്നും പോയിട്ടില്ല. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഓലെ നാട്ടിക്ക് പോകാൻ തന്നെ പാടില്ലല്ലോ. അന്ന് കാക്ക പറഞ്ഞല്ലോ ഒത്തുതീർപ്പാക്കിക്കോളാന്ന്. അല്ലെങ്കിൽ തന്നെ എനിക്ക് കുറച്ച് ഏറാണ് മുസമ്മിലെ. ഇജാ അവിടെ കോട്ടേഴ്സിന്റെ അടുത്ത് കിടന്ന് ഇങ്ങനെ തിരിണ്ട്. ഇന്നാൾ പാടുന്ന നിന്റെ പെങ്ങൾ തന്നെ കണ്ടില്ലേ? ഒന്നുമില്ലെങ്കിൽ ചങ്ങായിമാരെ, ഇന്റെ സ്നേഹിതന്മാരാണ് നിങ്ങൾ എന്നുള്ള അറിയില്ലേ. ഇങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ എനിക്കും കൂടി അല്ലേ ബാധിക്കുക. അതിപ്പോ കാക്കാന്റെ ചുവട്ടിലൊക്കെ എത്തിക്കണേ. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു പങ്കുമില്ല കേട്ടോ. മുസമ്മിലോട് പലവട്ടം ഞാൻ പറഞ്ഞു അവിടെ തിരിഞ്ഞളിച്ചിരുന്നു. ഓ പിന്നെ പോയി തിരിഞ്ഞളിച്ച. നിങ്ങളിങ്ങനെ നിങ്ങളെ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് ഓരോന്ന് ചെയ്ത് കൂട്ടുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കരുത്. ഞാനൊരു പരിപാടിക്കും ഉണ്ടാവില്ല. ഇതിപ്പോൾ ആകെ ഒതുങ്ങിയ ഒരു പ്രശ്നേന്. ഇനിയിപ്പോൾ ഇതിന്റെ പേരിൽ എന്തൊക്കെ ഉണ്ടാവണമെന്ന് എനിക്കൊരു പുറത്തുമില്ല. ഇറങ്ങടാ. ആ എന്താ സറാജെ പ്രത്യേകിച്ച്?
നിങ്ങളും നിങ്ങൾ 5 അബൂബക്കറും കൂടി നമ്മളൊക്കെ പാടെ സംസാരിച്ചാണ്ട് ഏകദേശം തീരുമാനമാക്കിയ കാര്യമാണ്. അതിന്റെ ഇടയ്ക്ക് ഒരു ചെക്കന്മാരെ എന്റെ മകനെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾ അറിവോടെയോടൊന്നും അറിയില്ല. ഇനി അങ്ങനെയാണെങ്കിൽ അങ്ങനെ നോക്കാം നമുക്ക്. ഞങ്ങൾ എന്തിനും റെഡിയാ. അങ്ങനെ ഉണ്ടായോ? ഞാൻ അതൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ ആ കുട്ടിയും കൂടിയേ ഏതായാലും നിങ്ങളെത്തിക്ക് ആ വണ്ടിന്റെ കാര്യം ഒന്നും കൂടിയും പറഞ്ഞിക്കാണ്ടേ തീരാന്നുള്ളതിൽ നിൽക്കുന്നു. ഞാൻ ഏതായാലും ഓനൊന്ന് കണ്ടാട്ടെ. പിന്നെ നിങ്ങൾ അനിയനായിട്ട് സംസാരിച്ചിട്ടേ ആ തീരുമാനം ഒന്ന് അറിയിക്ക്. പിന്നെ നിങ്ങൾ അങ്ങോട്ട് വരാൻ നിൽക്കണ്ട, നിങ്ങൾ വിളിച്ചാൽ മതി. ഞാൻ മകനായിട്ട് ഇവിടെ വരാം. എങ്ങനെയും നല്ല രീതിയിൽ തീരല്ലേ നല്ലത്. പിന്നെ പഴയ കാലഘട്ടമൊന്നും അല്ല ഇപ്പൊ കുട്ടികളെ കുറിച്ചോടത്ത് കിട്ടൂല. പിന്നെ അതൊന്നും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. ആയിക്കോട്ടെ, ഞാൻ അഞ്ജന ഉണ്ടെന്ന് സംസാരിച്ചാട്ടെ. എന്നിട്ട് നിങ്ങൾക്കാണ് വിളിക്കാം. നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ്. പഴയ കാലമൊന്നും അല്ലല്ലോ. ഇപ്പോഴത്തെ കാലത്തെ കുട്ടികൾക്ക് സമയം ഇതൊന്നും ഉണ്ടാവില്ലോ. കേട്ടോ. എന്താ മോനെ പേര്? എൻ്റെ പേര് സുൽഫീഖർ. പിന്നെ കാക്കേ ഞാനായിട്ട് അങ്ങോട്ടൊന്നും പോയിട്ടില്ല, ഓര് ഇങ്ങോട്ടായിട്ട് വന്നതാണ്. എന്നാ ശരി, നിങ്ങൾ തീരുമാനം അറിയിക്കേ. എടാ പ്രശ്നങ്ങളൊക്കെ എളുപ്പമാണ്. തീർക്കാനുള്ള പാടേ നമുക്കറിയുള്ളൂ. ഇതപ്പ ചായ മധുരമൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇടാനൊന്നും പറയരുതേ. കുറച്ചിടായിന്ന്, അതിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല. നീ മധുരമൊന്നും ഇടണ്ട. എന്താ ഷുഗർ എത്രങ്ങാനും അടിച്ചു കയറിയിരിക്കണത്? അസ്ലമ മില്ലിക്കയറ്റ് പോയിക്കണ. ഓനെ എവിടുക്കാ പോയിക്കണെന്നാവോ. ഇപ്പാ ലിയാന്റെ ഇപ്പല്ലേ അടുത്ത തിങ്കളാഴ്ച വരുന്നുണ്ട്. ഓൻ വരുന്നുണ്ടാ? പിന്നെപ്പാ വിളിച്ചപ്പോ എന്നോട് എന്താ പറഞ്ഞെന്നറിയോ? നാട്ടിക്ക് വന്നു കഴിഞ്ഞാല് അവിടെ നിക്കാനാ പറഞ്ഞിട്ടുള്ളത്. ഇക്കൊല്ലം കുട്ടികളെ സ്കൂള് കഴിഞ്ഞാല് അടുത്തൊല്ലം അങ്ങോട്ട് വെട്ടിച്ചേർക്കാനെന്ന് പറഞ്ഞു. മൂപ്പരിഞ്ഞ് പോണില്ല അത്ര. പക്ഷെ എന്നാലും ഇവിടുത്തെ കുട്ടികളെ കാര്യം ആലോചിച്ചിട്ട് ഞാൻ എന്താ ചെയ്യാന്നാ. അങ്ങനെ തന്നെ ഓൻ പറഞ്ഞ മാതിരി ചെയ്യേണ്ടി വരും. ആ കുട്ടിന്റെ കുട്ടികളെ കാര്യം വെച്ചിട്ട് തന്നെ എനിക്കൊരു ഇടങ്ങാറ്. പിന്നല്ലപ്പാ നമ്മളെ സെലീന ടീച്ചറല്ലേ, ടീച്ചറോട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോഴേ ടീച്ചറെ കാര്യം തീർത്തിട്ടാണ്. അപ്പോൾ നമ്മളെ കുട്ടികളോടുള്ള അടുപ്പവും ഇതൊക്കെ കണ്ടപ്പോ എനിക്കൊരാഗ്രഹം. ഇപ്പൊ കാക്കാനോട് പറഞ്ഞാൽ കാക്ക അത് കേൾക്കൊന്നുമില്ല. നമുക്ക് സെലീന ടീച്ചറെ കാക്കാക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ? അല്ല നമ്മളിപ്പോ ഇത് ആരോടെ പറയാ? ആ കുട്ടിനോട് പറഞ്ഞാ പോൻ കേക്കുക. അതുമല്ല ഓരോ പെരക്കാരിപ്പോ സമ്മതിക്കുക. എവിടെ നടച്ച വരണത്? ഞാൻ അങ്ങാടി പോയതിനിപ്പാ. എനിക്കിപ്പോ അങ്ങാടിക്ക് പോക്കും വരവന്നല്ലേ ഉള്ളൂ. കാക്ക ഒത്തുണ്ടല്ലേ? കാക്ക നേരത്തെ ഉണ്ടാത്താണല്ലോ. കാക്ക ഉച്ചക്ക് ചോറിനാ വന്നല്ലേ? കാക്ക പറഞ്ഞല്ലോ ഇജ്ജ് അങ്ങോട്ട് മില്ലിക്ക് പോയിക്കണോന്ന്. ഇജ്ജ് എവിടെയായിരുന്നു? ഞാൻ മില്ലിക്ക് പോയിനെ. പിന്നെ എനിക്കൊരു അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണ്ടിരുന്നു. അപ്പൊ അങ്ങനെ പോയതാണ്. എനിക്ക് അവിടെ ഇവിടെ നടന്നാ പോരെ? അന്നെ ഒരിടത്ത് പുടിച്ചാക്കേച്ച് നിൽക്കുക. നമ്മൾ സലീം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മളെ അസ്മാബി പറഞ്ഞ നമ്മളെ ടീച്ചറില്ലേ, ആ ടീച്ചർ ആ കുട്ടിക്കൊന്ന് ആലോചിച്ചുകൂടെന്ന്. എന്താ എൻ്റെ അഭിപ്രായം? അതിപ്പോ എന്താ എന്റെ അഭിപ്രായം? അതിപ്പോ കാക്ക സമ്മതിക്കോ? ഇനിയിപ്പോ കാക്ക സമ്മതിച്ചാൽ തന്നെ ടീച്ചറെ അഭിപ്രായം വേണ്ടോന്ന് അറിയാം. അസ്മാബിനോട് ടീച്ചറെ അഭിപ്രായം ഒന്ന് ചോദിച്ചു നോക്കാൻ പറയും. എന്താപ്പാ ടീച്ചറെ കാണുമ്പോഴേ ഞാനൊന്ന് ചോദിച്ചു നോക്കാം. ടീച്ചർക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട, ടീച്ചർക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് കാക്കാനോട് പറഞ്ഞാൽ മതിയല്ലോ. അതാ നല്ലത്. അവിടെ ആ നാസറാജ് പെരയിൽ ഒന്നി നിന്നെ കാണാന്. നമ്മളെ അസ്ലമ്മന്റെ ചങ്ങായിമാരുണ്ടല്ലോ, ഓലൊക്കെ പാടും പേക്കടി നാസറാജിന്റെ ചെറുക്കനെ പേക്കണം എന്തൊക്കെ വീസിൽ പെടുത്തേ എന്തൊക്കെ ചെയ്തേക്കുള്ളൂ. ആ ഇവരെ അറിഞ്ഞു, എന്നോട് ഫോൺ ചെയ്തേന്ന് അവിടുന്ന്. നമ്മളെ അസ്ലമ്മ ഈ പറഞ്ഞാ കേൾക്കണ ചെല്ലാക്ക. ആ കുതിരനോട് അഞ്ഞാട് പോയത് അവിടെ ബന്ധപ്പെടരുതെന്ന് പറഞ്ഞ. എന്നിട്ട് എന്തേ അയാൾ പറഞ്ഞു വന്നിട്ട്? അയാൾ പറഞ്ഞു ഞാൻ ആ കുട്ടിയും കണ്ടു സംസാരിച്ചിട്ട് ഞാൻ വിളിക്കാന്ന് പറഞ്ഞതാ. ഒരു തീരുമാനത്തിൽ എത്തിന്ന് പറഞ്ഞോളൂ. എന്നാ മൂപ്പര നമുക്കേ ഇങ്ങോട്ട് വിളിക്കാം. ഞാൻ പരിപാടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോണ്ട. അപ്പൊ ഞാൻ ഒത്തീർപ്പ് ചെയ്യണത് അതിനല്ലത്. ഒരു ബോധം നമ്മൾ അസ്ലമിന് എപ്പോഴും വന്നിട്ടില്ല വെച്ചാല് എന്താ ചെയ്യാ? പറയാനല്ലേ പോനോട്, ചെറിയ കുട്ടിയൊന്നും അല്ലല്ലോ. ആന്ന്. അപ്പൊ നാസറാജേ, നമ്മളിപ്പോ ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരും നമ്മളെ കുട്ടികളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഇത് നമുക്ക് നല്ല രീതിയിൽ പോവണം. ആചാരേ, ഏതായാലും ഇതൊരു നല്ല രീതിയിൽ തീരട്ടെ. ഇതെല്ലാം നമ്മളെ കുട്ടികളാണ്. ഞാനിവിടെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്ന ഒരു ഹെഡ് മാഷാണ്. ഒരു നല്ല രീതിയിൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് പിരിയാം. പക്ഷേ നല്ല രീതിയിൽ തീരാനാണ് എൻ്റെ ആഗ്രഹം. അതിന് എന്ത് വീഴ്ചയ്ക്കും ഞങ്ങൾ റെഡിയാണ്. അതിൻ്റെ ഇടയിലാണ് എൻ്റെ ചെറുക്കനെ ഇവിടുന്ന് കുറച്ച് ആൾക്കാർ വന്ന് ചൊറിയാൻ വന്നത്. ആ രീതിയിലാണ് പോകാനെങ്കിൽ ഞാൻ അതിന് റെഡിയാണ്. അതിന് ഇറക്കൻ്റെ അടുത്ത ആളുകളുണ്ട്. നാസറാജിയെ, ഈ രീതിയിലാണ് നിങ്ങൾ സംസാരവും കാര്യങ്ങളും വെച്ചെങ്കിലേ ഈ വിഷയം നമ്മൾ സംസാരിച്ച് എവിടെ എത്തിപ്പെടില്ല. ഞാൻ എൻ്റെ അഞ്ചനെയും കൂട്ടുകാരും ഒന്നും ന്യായീകരിക്കല്ല. ഈ വിഷയത്തിനെ കുറിച്ച് നമ്മൾ ആദ്യം ഒന്ന് പഠിക്കണം.
ഇതിപ്പോ ഇവർ ചെന്നിട്ട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ നേരെ തന്നെ. ഇതിന്റെ കാര്യങ്ങൾ ഇതിന് മുമ്പ് എന്താ അത് ഉണ്ടാവാനുള്ള കാരണങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ആ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുക ആദ്യം. അബുക്ക ആചാരെ, നമ്മളിപ്പോൾ ഈ രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എവിടെ എത്തിക്കാൻ കഴിയൂല. കുട്ടികളുടെ തെറ്റുപറ്റി അവർ സംസാരിക്കുന്ന പോലെ തന്നെ നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ചർച്ച എവിടെ എത്തിക്കാൻ കഴിയില്ലല്ലോ. അസ്ലമേ, എന്താ ഉണ്ടായത് ശരിക്ക്? എന്തായി പ്രശ്നത്തിന്റെ തുടക്കം? അത് മാഷേ, ഞങ്ങൾ ഇവനക്കൊരു സ്വിഫ്റ്റ് കൊടുത്തിന്. ഒരു 40,000 രൂപ അഡ്വാൻസ് തന്നു കണ്ട് ഓൻ സ്വിഫ്റ്റ് കൊണ്ടുപോയി. അതിന്റെ ബാക്കി പൈസക്ക് ഇവർ ചെന്നപ്പോഴേ ഇവരോട് ഓൻ പറഞ്ഞ് നിങ്ങൾ കിട്ടുന്ന വയ്യ നോക്കിയെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി പോയിക്കാണ്ട് ഓനോട് പറഞ്ഞ് ഒന്നുകിൽ ഈ ഷിഫ്റ്റ് തരാം, അതല്ലാന്നുണ്ടെങ്കിൽ ബാക്കി പൈസ തരാം. അങ്ങനെയാണ് ഈ പ്രശ്നം ഉണ്ടാകാൻ കാരണം. അപ്പോൾ ഓന് തമ്മാടിത്തരം പറഞ്ഞപ്പോൾ ഇതിൽ ഒരാൾ കയറി അടിച്ച്. അല്ല അപ്പം നമ്മളെന്താ ചെയ്യുക? ഞാൻ ഓലടുത്തൊരു വണ്ടി മേടിച്ചു. ഓല അതിൻ്റെ അടുത്ത് ഫുൾ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഞാനത് ഓടിച്ചു നോക്കിയപ്പോൾ തന്നെ എന്തൊക്കെ കംപ്ലൈന്റ് എനിക്ക് തോന്നി. ഞാൻ കുറച്ച് എമൗണ്ട് കുറച്ച് തരാൻ പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ ആ വണ്ടി എനിക്ക് ശരിയാക്കി തരാൻ വേണ്ടി പറഞ്ഞു. ഓല അത് കേൾക്കാണ്ട് എൻ്റെ കൂടെ വന്ന എൻ്റെ സുഹൃത്തിന്റെ വണ്ടി ഓല അടിച്ചു പൊളിച്ചു. ഏതായാലും ഇപ്പോൾ രണ്ടു കൂട്ടരും ഇങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമുക്ക് ഇങ്ങനെ പഴയ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമുക്ക് ഇതിനൊരു തീരുമാനമാണ് ഇപ്പോൾ വേണ്ടത്. നമ്മൾ ആ ഒരു തീരുമാനത്തിലേക്ക് എത്താം. ഇതിൽ അത്ര തന്നെ ഉള്ളു മാഷേ. ഇതിപ്പോ അങ്ങനെ ഈ കുട്ടികൾ പോയാൽ അതിനെങ്ങനെ അവിടെ ഇതിന് നല്ലൊരു തീരുമാനം എന്താച്ചാണ് പറഞ്ഞു കൊടുത്ത. അതായിക്കോട്ടാക്ക, നമുക്ക് എന്താ വേണ്ടി ചെയ്യാലോ. നാസറാജി, എന്നാ നിങ്ങൾ പറഞ്ഞോളി, ഞങ്ങളെ ഭാഗത്ത് നിന്ന് എന്താ ചെയ്യേണ്ടതെങ്കിലേ ഞങ്ങൾ ചെയ്തുതരാം. ഈ പ്രശ്നം ഇവിടെ തീർന്നോട്ടെ, അതിലൊന്നും ഞങ്ങൾക്കൊരു വിഷയമില്ല. അപ്പോക്കരെ നമ്മളും പ്രശ്നക്കാരൊന്നുമല്ല. പിന്നെടാ, അനക്ക വണ്ടി വേണ്ടെങ്കിലേ ഓൽക്കാ തിരിച്ചു കൊടുത്തളാ, ഓലെ പൈസ തിരിച്ചു തരും. പിന്നെ എന്റെ ചെങ്ങായിനെ ക്ലാസ് പൊട്ടിച്ചത് എൻ്റെ അടുത്തും കുറച്ച് കുരുത്തക്കേടുണ്ട്, അജ്ജാ നന്നായി കൊടുത്തളാ കേട്ടോ. എന്നാ പിന്നെ അങ്ങനെ ആക്ക മാഷേ. അസ്ലമേ, നാസറാജ് പറഞ്ഞ പോലെ ആ കാര്യങ്ങൾ ചെയ്തളേ. ആ വണ്ടി നിങ്ങൾ പോയി എടുത്തു കൊടുന്നാളേ. ഇനി നിങ്ങളെ ഭാഗത്തുനിന്ന് പ്രശ്നമോ കാര്യങ്ങളോ അവിടെ ഉണ്ടായത് നിങ്ങൾ എല്ലാവരും കൂടിയാ പറയേണ്ടത്. കാര്യങ്ങൾ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്നാ അങ്ങനെ ചെയ്യാം. ടീച്ചറെ, മോനുസ് ഇപ്പോ നടന്നു വരാൻ വാശി പിടിക്കാറില്ലേ? ഞാൻ കൊറേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഇപ്പൊ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ടീച്ചർക്കും പേടിയായി. പേടിച്ചു പോയി. സെലീന, നീ താമസിക്കുന്ന സ്ഥലം എനിക്കറിയാത്തോണ്ടാ ഞാൻ വയല് വെയിറ്റ് ചെയ്തത്. നീ ഇവിടെ അടുത്താണോ? അതെന്തിനാ നിങ്ങൾ അന്വേഷിക്കണത്? ആരാ നിങ്ങളത് അന്വേഷിക്കാൻ ഏർപ്പാടാക്കിയത്? ഒരു ശല്യം ഒഴിവായല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ ഇനി എനിക്കൊരു സമാധാനം തരൂലേ? ഞാനെന്താ പിന്നെ അന്വേഷിക്കണ്ടേ? എന്നെ അമ്മായിയാണ് ഇങ്ങോട്ട് പറഞ്ഞു വെച്ചത്. ഞാൻ എന്റെ ഭർത്താവ് അല്ലെങ്കിലും എനിക്ക് അന്വേഷിക്കേണ്ട കടമല്ലേ? ഇതിന്റെ മാമന്റെ മോളല്ലേ, പിന്നെ ഞാൻ അന്വേഷിക്കാതെ? നിങ്ങൾ എന്റെ കാര്യം ഇനി അന്വേഷിക്കണ്ട. ഉമ്മച്ചി അത് ഏർപ്പാടാക്കൂല, എനിക്കത് നന്നായിട്ട് അറിയാം. ഇനിയെങ്കിലും എന്നെ ഒന്ന് ശല്യപ്പെടുത്താതിരിക്കേ, ഞാൻ എവിടെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. ഈ കൂട്ടുകെട്ട് ഇപ്പോഴും ഉണ്ടല്ലേ? നന്നാവും. നീ എന്നെ വേണ്ടാന്ന് വെച്ചാലും കുടുംബ ബന്ധമൊന്നും അറ്റുപോകില്ലല്ലോ. സംശയം ഉണ്ടെങ്കിൽ നീ അമ്മായിക്ക് വിളിച്ച് ചോദിക്ക്. ഞാൻ എന്തായാലും കുറച്ച് ദിവസം ഈ നാട്ടിലുണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം ഇനി അന്വേഷിക്കണ്ട. അന്വേഷിച്ചിടത്തോളം ഒക്കെ മതി. വേഗം നാട്ടിൽ പോകാൻ നോക്ക്. ഒന്നുമില്ല രതീഷേ, പുള്ളി എന്തൊക്കെയോ പറയുന്നു. അല്ല, നിങ്ങൾ ആരാ ഇവിടെ വഴി തടഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കണെന്താ? ഇതിന്റെ മാമന്റെ മകളാണ്, അത് ചോദിക്കാൻ നീ ആരാ? ഇല്ല രതീഷേ, പ്രശ്നമൊന്നുമില്ല. വാ ടീച്ചറെ, നമുക്ക് പോകാം. ഇതാണ് ഡൈവേഴ്സ് പറഞ്ഞ പുള്ളി.